വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിന് മുഴുവൻ തുകയും നൽകിയെന്നും വേതനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. ദേശീയ ആരോഗ്യ മിഷൻ വഴി കേരളത്തിന് നൽകിയ തുകയുടെ കണക്കുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു. ആശാ വർക്കേഴ്സിന്റെ വേതനമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന രാജ്യസഭയിൽ P. സന്തോഷ് കുമാർ MP ഉന്നയിച്ച ചോദ്യത്തിന് ആശാ വർക്കേഴ്സിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും കഴിഞ്ഞയാഴ്ച ചേർന്ന ദേശീയ ആരോഗ്യ മിഷൻ യോഗം ആശാ വർക്കേഴ്സിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. The government of India has given all its due. Please. No, not allowed. Please take your seats. We have given all its due. The utilization certificate has not come. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും JP നദ്ദ പറഞ്ഞു. അതേസമയം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ആശാ വർക്കേഴ്സ് കിട്ടുന്ന തുകയെക്കുറിച്ച് സുതാര്യത ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയെന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ വിഷയത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ ഇന്നത്തെ ഈ അഭിപ്രായം വെളിപ്പെടുത്തുന്നത്. കേന്ദ്രം വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് സ്വാഗതാർഹമെന്നും ഇത് തന്നെയാണ് കേരളവും ആവശ്യപ്പെട്ടതെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യവും അതായിരുന്നു. ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ ആശാ വർക്കേഴ്സിനായി കേരളത്തിന് 2021-22 16.75 കോടിയും 2022-23 2023-24 87.8 കോടി രൂപയും അനുവദിച്ചതായി രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി നൽകി. ഒരു മാസം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 17 ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ പൊങ്കാലയും സംഘടിപ്പിക്കുമെന്നും ആശാ വർക്കേഴ്സ് പ്രഖ്യാപിച്ചു. 24 ഡൽഹി.